എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യും. നിന്റെ വാക്കാന്റെ പ്രതീക്ഷ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്താനും രക്ഷയുമേലും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദകീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായി എന്നുടെ നാഥാനി തിരുമലിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ അനുഗമിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമാനൃത്വത്തിനനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നിവിളങ്ങും വധനമടുണരാ വരമരുടേണം.
വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃദരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. എന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. ഇസ്രായേലിന് അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മറ്റേറപ്പിക്കുന്നതിന് നാം സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവും ആ ശബ്ദത്താൽ ആശ്രമയർപ്പിച്ച കർത്താവ്, ആ ശബ്ദം മഹനീയമായ നീതി വിതരതൊട്ടതിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവ്, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുറം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രദേശം മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാരുണ്യവാനും മനുഷ്യവംശത്തിലെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തുനിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരൾക്ക് ഇത് ശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരയുന്ന വിളിക്കുകയും സങ്കല്പനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനം പ്രതീക്ഷിക്കുകയും ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. നിന്റെ കർത്താവെ ഞാൻ പ്രവർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരത്തു വലം പാകേ. ആരാധിച്ചു വണങ്ങുന്നു, അതുതാൻ ഞങ്ങൾക്കുത്താനും രക്ഷയുയരും നൽകുന്നു. ആകാശവും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും ഭാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. നഗരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. ആമോദിസ വഴിയങ്ങേ സുതരാണവരൻ നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ഒരു കാര്യവും ശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. ദാഹനനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവനുദിക്കുന്നു. എല്ലാം കാണുന്നു, പാപങ്ങൾ
പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ഉന്നത നൃപനാമിശിഹാനാഥ ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. ഉന്നത നിർവനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാകളനാഥം പൂജിതമല്ലോ. മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഞാൻ വിളിക്കുന്ന മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, ഗാദിൽ ഞാൻ വിളിക്കുന്നു. കർത്താവേ, ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആത്മരക്ഷയുണ്ടാകും. ആവിനമ്പത്തിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ വിളിക്കുന്നു മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം അന്യമായ നീതിയുടെ ദേശത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും എന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ എന്റെ കുരിശിന്റെ അടയാളത്തോടും ജീവിതമായ കുമ്പിടിയോടും കൂടി വായനങ്ങളുടെ പ്രത്യക്ഷനാവുന്നതിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ച കക്ഷിയറായി കല്ലറയിൽ ഉയർക്കുകയും നീതിമാന്മാരിൽ വരയ്ക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെടുക ലോകാവസ്ഥമാക്കപ്പെട്ടിരുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇനി കാണില്ല പ്രിയരെ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ.
കരുണയുള്ള കർത്താവേ, നാം നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനം പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരത്തു വലമ്പാകെ. കർത്താവേ ഞാൻ ആശ്രയിച്ചു, കർത്താവേ ആരാധിച്ചു വണങ്ങുന്നു. അതിനാൽ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയുമേലും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശഭൂമിയും ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നതയം നീ നൽകണമേ മൃതനായുസ്സും. അവരാണ് പാടും മൃതരാമരുടെ പാപങ്ങൾ നൈകമേ നിങ്ങളെ നാമോദീസ വഴിയങ്ങേ സുഖരാമവൻ നോക്കണമേ. സന്തോഷത്തിൽ ആനന്ദിക്കും കർത്താവേ നിൻ ശോഭിതവും ദില്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരങ്ങൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. എല്ലാവരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാരണനാദം കേൾക്കുമ്പോൾ ജീവൻ ഉദിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതനാമിനിൽ കയ്യേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമലിയെല്ലാം കാണുന്നു. നിരവധിയാമേ പാപങ്ങൾ നിലയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹിനീയമായ നിന്റെ ദൈവത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും പിന്നിവിളങ്ങും വചനമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമെടാത്തോരവികലമോദം ഉടൻ മൃതരെ മഹിമാവൊഴുകും മണവഴിങ്കൽ ചേർക്കണമീശോ. ഈശുനാഥ ഹൃദയവും അഗാധത്തുനിന്ന് ഞാൻ വിളിക്കുന്നവൻ മരിച്ചേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. കർത്താവേ നീ പാപമെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ ഞാൻ ശ്രമപ്പെടുന്നു. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ തന്നെയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപം നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചേർപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി.
പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവിതായകമായ ശബ്ദത്താൽ ആസനയെ അർപ്പിച്ച് കർത്താവേ, ആ ശബ്ദമഹീനമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിരവലത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണം. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉദ്ധാന പ്രവേശം മരണമടഞ്ഞരെ മഹിമയോടെ ഉയർപ്പിക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായ നിന്റെ വിളിച്ചിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഖല നീ പ്രത്യക്ഷനാവുകയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥനാ ശുശ്രൂഷകളെ ആരംഭിക്കണം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ നീ ആശീർവദിക്കണമേ. ഈ ജലത്താത്തമേ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെ പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തിക്കട്ടെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും ആകുന്നു. ആമേൻ. കർത്താവേ, നിങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ചുടുകാറ്റടിക്കുമ്പോൾ പാടിപ്പോവുകയും ചെയ്യുന്നു. അതിൽ നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മണ്ണിൽ നിന്നാർക്ക് ശക്തിജനമായുള്ള സ്നാനങ്ങൾ അവസാനം വഴി നവീകരിക്കുന്ന കർത്താവിനെ ആരാധിക്കുമ്പോഴത്തേക്കും ചെയ്യുന്നു. എന്തെന്നാൽ ആകാശനെ ഭൂമിയുടെ രാജാവും ജീവന്റെ മനത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
എന്റെ ദിവസങ്ങൾ പരിവർത്തനമാകുന്നു, എന്റെ വിധത്തിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതങ്ങൾ പോലെ കടന്നു പോകുന്നു. മനുഷ്യക്ഷേത്രം കൂട്ടുന്നു, ആർക്ക് വേണ്ടിയാണെന്ന് അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. കരുണയാദികളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുതിർക്കനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യന് ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതലേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വാസിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ മനുവിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുവാമേൻ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല കരുത്തു ബലം ഭാഗേ നൽകണമേ. നിത്യായുസ്യൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദര വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരയെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റും നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഇവിടെ സ്വർഗ്ഗത്തിൽ നിന്നെഴുന്നേറ്റ് വരും. നിശ്ചയായും മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ ദ്രേക്കനായി അവരോടുകൂടെ വാനമേഘങ്ങൾ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു.
എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സ്നേഹിക്കപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സഹോദരി സഹോദരന്മാര്, മാണിച്ചേട്ടന്റെ പ്രിയപ്പെട്ട ഭാര്യ, അന്നമ്മച്ചെടുത്തി, മക്കള്, ബന്ധുമിത്രാദികള്, സഹോദരങ്ങള്, ഏതാണ്ട് 90 വർഷക്കാലം നീണ്ട ഒരു ജീവിതത്തിന്റെ വിരാമം നമ്മളിവിടെ കാണുകയാണ്. കുട്ടിച്ചേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന മാണി ദൈവം നൽകിയ ജീവനും ആയുസ്സും തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കും വേണ്ടി പ്രയോജനപ്പെടുത്തി എന്ന് ചിന്തിക്കുവാനായിട്ടും ഞാൻ ആഗ്രഹിക്കുകയാണ്. മരണമെന്ന യാഥാർത്ഥ്യം പലപ്പോഴും ജീവിതത്തിൽ വളരെയധികം വിള്ളലുകൾ സൃഷ്ടിക്കുകയും വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ്. അത് എത്ര പ്രായമായാലും എത്ര ചെറുപ്പത്തിൽ മരിച്ചാലും ഈ യാഥാർത്ഥ്യം എന്നും നിലനിൽക്കുന്നതാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. പ്രായമാകുമ്പോൾ പൊതുവെ ആളുകളോട് ഉള്ള താല്പര്യം കുറഞ്ഞു വരും. അതും രോഗ അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ഒരു ചേതോവികാരം ഉണ്ടാകുന്നത് അവരുടെ ജീവിതകാലത്ത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. ഏതാണ്ട് 3 വർഷക്കാലം കുട്ടിച്ചേട്ടൻ രോഗാവസ്ഥയിലായിരുന്നു. ഈ 3 വർഷക്കാലവും ക്രിസ്മസ്, ഈസ്റ്റർ ദിവസങ്ങളിൽ ഉപസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1.5 മാസം മുമ്പ് രോഗിലേപനം അത് പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ അവസരങ്ങളിലൊക്കെ കുട്ടിച്ചേട്ടനുമായിട്ട് വ്യക്തിപരമായി സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം തന്റെ ജീവിതത്തിൽ വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലും പരാതി ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. ചിലപ്പോഴൊക്കെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. വളരെ സൗമ്യതയോടുകൂടെ അദ്ദേഹം എപ്പോഴും ഈ രോഗാവസ്ഥയിലും ആരോടും പരിഭവമില്ലാതെ ജീവിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. രോഗിലേപന ശുശ്രൂഷ സമയത്ത് കുമ്പസാരിച്ചപ്പോൾ ചോദിച്ചെന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളരെ സംതൃപ്തിയിൽ കഴിയുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ മുഖഭാഗത്ത് വളരെ പ്രകടമാവുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും മക്കളെ സ്നേഹിക്കുകയും മക്കൾക്ക് വേണ്ടി കഠിനമായിട്ടുള്ള അധ്വാനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ തൊഴിലായി അദ്ദേഹം സ്വീകരിച്ചത് തടിയുറപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഇപ്പോൾ ആ തൊഴിൽ തന്നെ ഇല്ല. പണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള വീടുകളിൽ മാത്രമേ ആളുകൾ കൊണ്ട് തടിയർപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നുള്ളൂ. അന്നും തടിമില്ലുണ്ടെങ്കിലും അത് പൈസ ഉള്ളവർക്ക് മാത്രമേ മില്ലിൽ കൊണ്ട് തടിയർപ്പിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ കഠിനമായിട്ടുള്ള അധ്വാനത്തിലൂടെ ദാരിദ്ര്യത്തിലൂടെയൊക്കെ കടന്നുപോയപ്പോഴും തന്നാലാകും വിധം തന്റെ 7 മക്കളെയും വളർത്തുകയും അവരെ സംരക്ഷിക്കുകയും തന്നാലാകും വിധം അവരെ ഓരോ നിലയിലെത്തിക്കുവാനായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സ്വയം പ്രായമാകുമ്പോൾ ആരും മറക്കുവാനായിട്ട് ഇടയാകരുത്. ഒരുപക്ഷെ അപ്പനേക്കാൾ വലിയ മക്കളുണ്ടാകാം,
അപ്പനേക്കാൾ അല്ലെ അമ്മയേക്കാൾ വലിയ ബുദ്ധിസാമർഥ്യമുള്ളവരുണ്ടാകാം. എങ്കിലും അവരവരുടെ പരിമിതികൾ കൂടി മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് ശ്രമിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം അല്പം കൂടി മെച്ചപ്പെട്ടതാക്കുവാനായിട്ടും സാധിക്കും. പ്രസന്നതയോട് കൂടിയിട്ടാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. വിശ്വാസത്തോടുകൂടെ ജീവിച്ചു. വൈദികരെയും സഭയെയും ഇടവകയും ഒക്കെ ഒത്തിരിയധികം ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ വരുമ്പോഴൊക്കെ അദ്ദേഹം കടക്കുമായിരുന്നു. അപ്പോൾ ചാടിയേക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടപ്പോൾ അത് ബുദ്ധിമുട്ടായിരുന്നേക്കാണെങ്കിലും അദ്ദേഹം ഒരു ബഹുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുക. വൈദികരെയും സന്യസ്തരെയും സഭയെയും സ്നേഹിക്കുക, അവരെക്കുറിച്ച് നല്ലത് പറയുക എന്നൊക്കെയുള്ളത് നല്ല മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇടവകയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം എപ്പോഴും അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലാക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നപ്പോഴൊക്കെ എന്നോട് പള്ളിയിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ പ്രകാരം പറയുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും അദ്ദേഹത്തിന് പരിചയമുള്ള എല്ലാവരുടെയും മനസ്സിൽ നീണ്ട നാൾ നിലനിൽക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹം നൽകിയ സ്നേഹവും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളും സ്വീകരിച്ചവരുമൊക്കെ അദ്ദേഹത്തെ ഓർക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. നാം സമ്പാദിക്കുന്നതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു പോകേണ്ടവരാണ്. പക്ഷേ വിട്ടുപോകാത്ത നമ്മളോടൊപ്പം എന്നും നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ മരണത്തിനപ്പുറത്തുമുണ്ട് എന്ന് എപ്പോഴും നാം ഓർക്കണം. ഭാഷകൾ സ്വീകരിക്കുവാനും കുമ്പസാരിക്കുവാനും ഒക്കെ അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. അതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് സഭയോടുള്ള സ്നേഹത്തിന്റെയും പൗരാശികമായിട്ടുള്ള പ്രദാശകൾ സ്വീകരിക്കുവാനുള്ള താല്പര്യത്തിന്റെയും ഭാഗമായിട്ട് എന്ന് വേണം ചിന്തിക്കുവാനായിട്ട്. അദ്ദേഹം ഈ കുടുംബത്തിനും ചെറുതര ഇടവക സമൂഹത്തിനും ഈ പ്രദേശത്തിനൊക്കെ നൽകിയിട്ടുള്ള സ്നേഹവും സേവനങ്ങളും മറ്റ് ശുശ്രൂഷകളും ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം നൽകിയ 90 വയസ്സ് അത് തീർത്തും ചെറിയ കാലഘട്ടമല്ല. വളരെ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടെ ദൈവം നൽകിയ ആയുസ് മുഴുവനും ജീവിച്ച് സന്തോഷത്തിൽ മരിക്കുവാൻ സാധിക്കുക അതൊരു വലിയ ഭാഗ്യമാണ്. നമുക്കും ആഗ്രഹിക്കാം. നന്മ ചെയ്യുന്ന മനുഷ്യർക്കാണ് എപ്പോഴും സന്തോഷത്തിലും സംതൃപ്തിയിലും ജീവിക്കുവാനായിട്ട് സാധിക്കുക. ദാരിദ്ര്യവും കഷ്ടപ്പാടും രോഗങ്ങളുമൊന്നും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നില്ല എന്ന പൗലോസ്ലീഹായുടെ വാക്കുകൾ നമുക്ക് എപ്പോഴും ഓർക്കാം. ദൈവത്തിന്റെ വചനങ്ങളും അതുപോലെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകളുമൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ധന്യതയും ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എപ്പോഴും മനുഷ്യരോട് സഹാനുഭൂതിയോടെ അനുകമ്പയോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പെരുമാറുവാനും സംസാരിക്കുവാനുമൊക്കെ നാം പരിശീലിക്കേണ്ടതാണ്. എന്റെ 3 വർഷക്കാലത്തെ അറിവനുസരിച്ച് വളരെ നന്നായിട്ട് പെരുമാറുവാനായിട്ട് സാധിച്ച ഒരു മനുഷ്യനാണ്. നമുക്ക് അദ്ദേഹത്തെ ആദരവോടുകൂടി ഓർക്കാം. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഇനിയും അദ്ദേഹത്തിന് ലഭിക്കുവാനായിട്ട് എന്തെങ്കിലും പാപപ്രവൃത്തിയോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇളവ് കൊടുത്തുകൊണ്ട് ദൈവത്തെ മുഖാഭിമുഖം കണ്ട് എന്നും ദൈവത്തോടൊത്ത് ആയിരിക്കുവാനുള്ള ഭാഗ്യവും അവസരവും നൽകണമേ എന്നും ഈ ശുശ്രൂഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലത്തും രോഗാവസ്ഥയിലും ശുശ്രൂഷിക്കുകയും അദ്ദേഹത്തിന് സഹായവും ആശ്വാസമൊക്കെ നൽകിയ എല്ലാവരെയും നമുക്ക് അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇടവക സമൂഹത്തിന്റെ പേരിലുള്ള അനുശോചനങ്ങളും പ്രാർത്ഥനകളും പ്രിയ ഭാര്യ അനുമച്ചെഴുത്തിക്കും മക്കൾക്ക് ഏവർക്കും ബന്ധുമിത്രാദികൾക്കും ഇതുപോലെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ തുടർന്നും പങ്കെടുക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും അനുശോചനങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. കർത്താവത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മനുഷ്യരായെ നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിന്റെ നിത്യാനന്ദന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിച്ചേരുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കാവൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രവയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരണം വരുമൊരു നാൾ ഓർക്കുകമത്യാനി കൂടെ പോരും നിൻ ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അവസരകൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുകമത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിവറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുകമത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സദമലർത്തുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുകമത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം തന്നൊരു ഞാനെന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയായ അറിവിനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയിൽ നീണിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വീട്ടിലെ ശുശ്രൂഷകളുടെ സമാപനം പുറത്തേക്കിറങ്ങി ലൈനായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. വണ്ടി പോകുന്നവരെ നേരത്തെ പോവുക. മറ്റൊരു കാരണവശാലും ചെറിയ വഴികളാണ്, തടസ്സമുണ്ടാക്കുവാനായിട്ട് പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തി തന്നെ എത്രയും പെട്ടെന്ന് ഇറങ്ങുക. അതിന് തന്നെ ശ്രമിക്കാൻ പാടില്ല. ബന്ധുക്കളും മക്കളും പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം വിശിഹാനാഥൻ പ്രതി
പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകുന്നേരം സ്നേഹാർദ്രതയാ നിൻ പ്രിയജനമേ അനുദിനമലിവോ ഓർക്കണമെന്നേ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ജയമേലാത്തോർ ഉന്നതമൂർത്തി പ്രാപിപ്പതിനാ. വലിയ പോകാത്താരാണ് മാറി നിൽക്കുക. Oh
ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം.
കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ ചെന്നു ചേരും വേഗമവർ.
ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരെ ബന്ധവിധനാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബരം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമതിസാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയിൽ പരിപുഷ്ടവും വിശുദ്ധ തൈലതാൽ അഭിഷിക്തമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പ്രതികരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വെടിയും